ഗുഡാണ്. കുറച്ചിടയ്ക്ക് കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ ഉള്ള പോലെ തോന്നി. സസ്പെൻസ് ത്രില്ലർ അല്ല, പക്ഷേ ത്രില്ലറാണ്, ഇമോഷണൽ ത്രില്ലർ എന്ന് പറയും. പിന്നെ ചാക്കോച്ചൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. എന്ത് പക്കയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിടിച്ച് ഒരു അവാർഡ് കൊടുക്കണം. ബെസ്റ്റ് ആക്ടറിനുള്ള ഒരു അവാർഡ് ഇന്ന് നല്ല രീതിയിൽ ഓർക്കാണ് പുള്ളി. നല്ല രീതിയിൽ ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സിനിമയിൽ ഉടനീളം തന്നെ കാണുമ്പോൾ മനസ്സിലാവും. നല്ല മൂവിയാ. ചാക്കോച്ചൻ എങ്ങനെയുണ്ടായിരുന്നു? നൈസ് ലുക്കും ഒരു വെറൈറ്റി ക്യാരക്ടർ ആയിട്ടുണ്ട്. ഒരു ത്രില്ലർ ആ ടൈപ്പ് തന്നെയാണോ സിനിമ? അതെ. കുഞ്ചാക്കോൻ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, നല്ല സിനിമയാണ്. പറയുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ അല്ല, പക്ഷേ ത്രില്ലറാണ്, ഇമോഷണൽ ത്രില്ലർ എന്ന് പറയും. പിന്നെ ചാക്കോച്ചൻ്റെ വൺ മാൻ ഷോ എന്ന് പറയാം. അത് സ്റ്റാർട്ടിങ് ടു എൻ്റെ ഒരു ലാഭമില്ലാത്ത സൂപ്പർ സിനിമ. ആർക്കും പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പറയാതിരിക്കാൻ വയ്യ, അത്ര നന്നായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് ആ സിനിമയെ പൊലിപ്പിക്കുന്നത്. നല്ലൊരു സിനിമയാണ്. അതിൽ ആർക്കും വന്ന് ഒരു ലാഘമില്ലാതെ ഇതായിട്ട് കാണാൻ പറ്റുന്ന സിനിമ. ചേട്ടാ, നമുക്ക് നായാട്ട് ആ ഒരു ടൈപ്പൊക്കെ തന്നെയാണോ? ഒരു പോലീസ് നായാട്ടോ അങ്ങനെ എന്തെങ്കിലും? അതിനെക്കാട്ടി നല്ല ത്രില്ലറായിട്ടുള്ള സിനിമയാണ്. പിന്നെ അതിൽ സസ്പെൻസ് ഒന്നും വെച്ചില്ല. വില്ലന്മാരാരാണെന്ന് നമ്മൾ സിനിമയിൽ തുടക്കത്തിൽ ട്രെയിലർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അതുകൊണ്ട് അതിലൊന്നും സസ്പെൻസ് ഇല്ല. പക്ഷേ ആ സിനിമ നല്ല ഒഴുക്കിന് പോകുന്നൊരു സിനിമയാണ്. അടിപൊളി സിനിമ. ചാക്കോച്ചൻ്റെ ആ ഒരു വേഷം, കാരണം ചില വേറെ പുള്ളി എടുത്ത പൊങ്ങൂലെന്നൊക്കെ പറയും. ഇത് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്. പുള്ളിയാണ് ഈ സിനിമയെ അങ്ങ് കൊണ്ടുപോകുന്നത് അവസാനം വരെ. ഒരു ഇതുമില്ലാതെ അത്ര നന്നായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ലൊരു മൂവിയാണ് പുള്ളിയുടെ. എനിക്കൊന്ന് ഇതുവരെയുള്ള അഞ്ചാം പാതിരയ്ക്ക് ശേഷമൊക്കെ വളരെ നല്ലൊരു ഏറ്റവും നന്നായിട്ട് ചെയ്തിട്ടുള്ള ഈ സിനിമയാണ്. അത്രയ്ക്ക് നല്ലൊരു മൂവി. ഫിലിം ഗുഡാണ്. കുറച്ചിടയ്ക്ക് കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ് ഒക്കെ ഉള്ള പോലെ തോന്നി. ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പ് അല്ല, എല്ലാം സസ്പെൻസ് ഒന്നും കാര്യമായിട്ടില്ല. കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഹാഫ് വാസ് വെരി ഗുഡ്. ആ ഒരു എക്സ്പെക്ടേഷൻ സെക്കൻഡ് ഹാഫിൽ കിട്ടിയില്ലേ എന്നൊരു സംശയമുണ്ട്. കുഞ്ചാക്കോൻ അടിപൊളിയായിരുന്നു. വേറൊരു ഫേസ് മൊത്തത്തിലങ്ങനെ. പിന്നെ പേരൻസ് പെൺമക്കളൊക്കെ ഉള്ള അമ്മമാർക്ക് കാണുമ്പോൾ ഒരു പേടി വരുന്നൊരു ഫിലിം. തിയേറ്റർ എക്സ്പീരിയൻസിനുള്ള ഉണ്ടോ? എന്തായാലും അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എവിടെയൊക്കെയോ കുറച്ച് മിസ്സിംഗ് ലിങ്ക്സ്, കുറച്ചൊക്കെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തുകൊണ്ട് അവിടെ അത് ചെയ്തില്ല എന്നൊരു സംഭവം വരുമല്ലോ. ഇങ്ങനെ ഒരു പോലീസ് ഫിലിം പോകുമ്പോൾ അങ്ങനത്തെ ചില സംശയങ്ങൾ, അത്രയേ ഉള്ളൂ. ഓവറോൾ ഇറ്റ് വാസ് ഗുഡ്. ചാക്കോച്ചൻ്റെ ജീവിതത്തിൽ ഒരു നിവർത്തിയില്ല. കിടിലം പടം. കിടിലം ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണോ എന്ന് വെച്ചാണ്, പക്ഷേ ത്രില്ലറാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര അസാധ്യ സിനിമാറ്റിക് എക്സ്പീരിയൻസ്. അയ്യോ, അഞ്ചാം പാതിരി ഇതായിട്ടൊന്നും ഇത് റിവ്യൂ ചെയ്യാനൊന്നും പറ്റത്തില്ല. വേറെ തന്നെ ഒരു ജേണൽ സിനിമയാണ്. സൂപ്പർ കിടിലം എന്ന് പറഞ്ഞാൽ ചാക്കോച്ചൻ്റെ അഭിനയം എടുത്ത് പറയേണ്ടതാണ്. പിന്നെ ഡയറക്ഷൻ ലെവലാണെന്നുണ്ടെങ്കിലും എല്ലാം അടിപൊളി, സൂപ്പർ. ഒരു ആരും മനഃപൂർവ്വമില്ലാത്ത ഡിഗ്രേഡിങ് ഇല്ലെങ്കിൽ ഒരു സൂപ്പർ ഹിറ്റ് ആവാനുള്ള എല്ലാ ചെരുവുകളും. ഒരു മിനിറ്റ് പോലും ലാഗോ ഒന്നുമില്ല. നമ്മളെ ഇൻവെസ്റ്റിഗേഷൻ വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാ ഇൻവെസ്റ്റിഗേഷൻ ഒന്നല്ല, വേറെ തന്നെ രീതിയിലേക്ക് കൊണ്ടുവന്ന സൂപ്പർ. ചില റോള് ചാക്കോച്ചൻ എടുത്താൽ പൊങ്ങൂലെന്നാ പറയാം. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു? ചാക്കോച്ചൻ ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞു. എന്ത് പക്കയായിട്ടാണ് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇന്ന് പിടിച്ച് ഒരു അവാർഡ് കൊടുക്കണം. ബെസ്റ്റ് ആക്ടറിനുള്ള ഒരു അവാർഡ് ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. അത് അടിപൊളിയായിട്ട് കിടിലമായിട്ട് ചെയ്തിരിക്കും. ഒരു ത്രില്ലർ ടൈപ്പ് സിനിമ തന്നെയാണ്. ത്രില്ലർ ടൈപ്പ് സിനിമ തന്നെയാണ്. ഇങ്ങനത്തെ സിനിമകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് സിനിമ കുഴപ്പമില്ല, നല്ല എൻഗേജ് ചെയ്ത് തന്നെ നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഫസ്റ്റ് സിനിമ തുടങ്ങുന്നത് കുറച്ചൊരു റാൻഡമായിട്ടുള്ളൊരു സീൻ കാണിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇതിന് കണക്ഷൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള രീതിയിൽ പിന്നെ സിനിമ കഥ പറഞ്ഞു പോകുന്നതാണ്. കുഞ്ചാക്കോൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കഥാപാത്രമൊക്കെ നല്ല മീൻസ് പുള്ളിയുടെ ഒരു ക്യാരക്ടറൈസേഷനെല്ലാം വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തിട്ടുണ്ട്. ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു പോലീസ് കഥാപാത്രം. പുള്ളിക്ക് നല്ല രീതിയിൽ ഓർക്കാണ് പുള്ളി. നല്ല രീതിയിൽ ഇതിനകത്ത് ഈ ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട് പുള്ളി നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ടുണ്ടെന്ന് നമുക്ക് സിനിമയിൽ ഉടനീളം തന്നെ കാണുമ്പോൾ മനസ്സിലാക്കാം. പിന്നെ പുള്ളി ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം കുറച്ച് ചെറിയ കേസ് അന്വേഷണങ്ങൾ ഇങ്ങനെ വരുന്നു. അപ്പോൾ പുള്ളി തന്നെ ഏറ്റെടുത്ത് ഇത് ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു സംശയം, ഇതെങ്ങനെയാണ് പോവുക കഥ. അതിന് ശേഷമാണ് ഓരോന്നിനും ഓരോ ലിങ്ക് ഉണ്ടെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവുന്നത്. അപ്പോൾ അങ്ങനെ ത്രൂ ഔട്ട് ഇങ്ങനെ പോകുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ ഫസ്റ്റ് ഹാഫ് നല്ല ഒരു സെക്കൻഡ് പോലും ലാഗ് അടുപ്പിക്കാത്ത രീതിയിലാണ് ഫസ്റ്റ് ഹാഫ്
പോകുന്നത്. കുറച്ചൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു ആ ഒരു ഇമോഷണൽ കണക്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ തന്നെ പിടിച്ചെടുത്തും നമ്മൾ. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്കും ഇതെങ്ങനെയാണ് ഈ ഒരു കാര്യം കുറേ കൂടെ എക്സ്പ്ലനേഷൻ തരുന്നുണ്ട്, കുറച്ചുകൂടെ ഇൻ ഡീറ്റെയിലിംഗ് പോകുന്നുണ്ട് കാര്യങ്ങൾ. എന്തുകൊണ്ടിത് ആരൊക്കെ എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം സെക്കൻഡ് ഹാഫിൽ തരുന്നുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫ് കുറേ കൂടെ ഒന്ന് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും കുറേ കൂടെ ഒന്ന് ചുരുക്കാമായിരുന്നു എന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നി.